പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. കൈകൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം മുഴുവൻ തുറക്കപ്പെടട്ടെ. മകളെ, എല്ലാവരും കരങ്ങൾ ഉയർത്തി. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഒരു പക്ഷേ നിന്റെ വീട്ടിലായിരിക്കാം, ഒരു സമൂഹത്തിലായിരിക്കാം, എവിടെയായിരുന്നാലും ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുക. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാവിനെ വർഷിക്കണമേ. സർവ്വ മക്കൾക്കും കർത്താവെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നീ ഞങ്ങൾക്ക് വഴി കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം. മഹത്വം, 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 ആരാധന. നന്ദി, ആരാധന, നന്ദി, ആരാധന. യേശുവേ, യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് യേശുവേ ആരാധന. മാലാഖമാരോട് ചേർന്ന് യേശുവേ ആരാധന. വിശുദ്ധരോട് ചേർന്ന് യേശുവേ ആരാധന. സ്വർഗ നിവാസികളോട് ചേർന്ന് യേശുവേ ആരാധന. ഈ ആരാധന സംബന്ധിക്ക് എല്ലാവരോടും ചേർന്ന് യേശുവേ ആരാധന. സ്വർഗാദി രാജാവായ യേശുവേ, നിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ പൂർണ്ണമായും നിന്റെ കരങ്ങൾക്ക് അർപ്പണം ചെയ്യുന്നു. വിവിധങ്ങളായ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനകളെയും നാഥ നിന്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. ഈശോയോട് ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോയോട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ രാജാവാണ് ഈശോ. ഈശോയോട് ചോദിക്കുക, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു, ഈശോയോടുള്ള സ്നേഹം നിറഞ്ഞവർ, ആത്മാക്കളോടുള്ള സ്നേഹം നിറഞ്ഞവർ, നിത്യരക്ഷയിൽ പ്രത്യേകമായ താല്പര്യമുള്ളവർ, നിത്യരക്ഷയെക്കുറിച്ച് തീക്ഷ്ണമായ ആഗ്രഹമുള്ളവർ, അവരാണ് സ്വർഗീയ പാതയിൽ സഞ്ചരിക്കുന്നത്. മക്കളെ ശ്രദ്ധിക്കുക. ലോകം തരുന്ന സുഖം വിട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് യേശുവിൻ്റെ കൈക്കും പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, വിളിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക. ഞാൻ കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നവൻ മാത്രമാണോ, അതോ സ്വർഗത്തിൻ്റെ ഇഷ്ടം കൂടി നിർവഹിക്കുന്നവനാണോ ഞാൻ? ചിന്തിക്കേണ്ടതുണ്ട്. യേശുവിനോടൊപ്പം ചിന്തിക്കേണ്ടതുണ്ട്. ഈശോ പറഞ്ഞില്ലേ, ഇടുങ്ങിയ വഴിയിലൂടെ
വാതിലിലൂടെ പ്രവേശിക്കുവിൻ. അനേകം പേർ അതിലൂടെ കടക്കാനായിട്ട് ശ്രമിക്കും, എന്നാൽ വളരെ ചുരുക്കം പേർ മാത്രമേ അതിലൂടെ നടന്നു നീങ്ങുന്നുള്ളൂ. ഇടുങ്ങിയ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ ചുരുക്കമാണ്, എന്നാൽ നാശത്തിൻ്റെ വിശാലമായ വാതിലിലൂടെ നടക്കുന്നവർ ധാരാളമാണ്. അങ്ങനെയാണ് ഈശോ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം ആർക്കുള്ളതാണ് എന്ന് ഈശോ വ്യക്തമായി നമ്മോട് പറയുകയാണ്. ആത്മീയമായ ബലമുള്ളവർക്കാണ് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുക. ഈശോ പറഞ്ഞു, സ്വർഗരാജ്യം ബലപ്രയോഗത്തിൽ നേടിയെടുക്കുന്നതാണ്. ബലവാന്മാർ അത് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയമായ ബലമുള്ളവർ അത് പിടിച്ചെടുക്കുന്നതാണ്. യേശുവിനെ ഉപേക്ഷിക്കാൻ ലോകം, പിശാച്, ജഡം യുദ്ധം ചെയ്യുമ്പോൾ വെച്ച് നീട്ടുന്ന കൈക്കൂലികൾ ഒന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ലോകത്തെ അതിജീവിച്ച, കീഴടക്കിയ യേശുവിൻ്റെ കൂടെ നടക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തോടും പിശാചിനോടും ജഡത്തോടും ഒരു കോംപ്രമൈസും ഇല്ല എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ഇത് തന്നെയാണ് ഒരു ആത്മീയമായ പോരാട്ടം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ കരുത്ത് നമുക്ക് ആർജിച്ചെടുക്കാം, പല വിധത്തിൽ ആർജിച്ചെടുക്കാം, എന്നാൽ അത് ശാശ്വതമായി നിലനിൽക്കണമെന്നില്ല. ആത്മീയമായ കരുത്ത് സമ്പാദിച്ചാൽ എത്ര ക്ഷീണിച്ചാലും, എത്ര സങ്കടമുണ്ടെങ്കിലും, ആത്മീയമായ കരുത്തുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി നിലകൊള്ളുവാനായി നമുക്കെല്ലാവർക്കും സാധിക്കും. ആത്മാവിൻ്റെ ശക്തിയാൽ ശരീരത്തെ നിയന്ത്രിക്കാനും, ശരീരത്തെ നയിക്കാനും, ശരീരത്തെ ഉണർത്തുവാനും നമുക്ക് സാധിക്കും. എങ്ങനെയാണെങ്കിൽ ആത്മീയമായ ശക്തിയുണ്ട് എങ്കിൽ. ആരെങ്കിലും ജഡത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവർക്ക് ആത്മീയമായ പോരാട്ടം സാധ്യമല്ല. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും സാധ്യമല്ല. ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ സ്വർഗത്തിന് എതിരാണ്, ആത്മാവിനെതിരാണ്. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ മരിച്ചു പോകും. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ജഡികനായൊരു മനുഷ്യൻ ഭക്ഷിച്ച് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന പോലെ ആത്മീയമായൊരു മനുഷ്യൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ മക്കളെ? ജഡികമായൊരു മനുഷ്യൻ ഭക്ഷിച്ച് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത് പോലെ ആത്മീയമായ മനുഷ്യൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് യേശുവിൽ അലിഞ്ഞു ചേരാനാണ് ആഗ്രഹിക്കുക. ഈ ആരാധനയുടെ സമയത്ത് ഈശോയിലേക്ക് ആയിരം കണ്ണുകളാണ് തിരിഞ്ഞിരിക്കുന്നത്. ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് ഈശോ കൊടുക്കുന്നൊരു സുഹൃതമുണ്ട്, എളിമ. എളിമ എന്ന പുണ്യത്തിലാണ് എല്ലാ പുണ്യങ്ങളും തഴച്ചു വളരുന്നത്. എളിമയുള്ള ആത്മീയ മനുഷ്യന് ദൈവം കൊടുക്കുന്ന കൃപയാണ് ആത്മജ്ഞാനം. അവർക്കാണ്, ആത്മീയമായ ജ്ഞാനമുള്ളവർക്കാണ് സ്വയം പരിശോധിക്കാനും തെറ്റുകൾ തിരുത്താനും നന്മയിലേക്ക് കടന്നു നീങ്ങാനും ഒക്കെ പ്രത്യേകമായ കൃപ കൊടുക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ആത്മീയമായ ജ്ഞാനം, ആത്മജ്ഞാനം. ഈ ആത്മജ്ഞാനം നേടുവാനവർക്കാണ് സ്വർഗരാജ്യം സ്വന്തമാക്കി തീർക്കാൻ സാധിക്കുക. എന്നോട് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ 8 കാര്യങ്ങൾ പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? വചനം പറയുന്നു, ശിശുത്വത്തിലേക്ക് വളരുന്നവരാണ് സ്വർഗരാജ്യം സ്വന്തമാക്കി തീർക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെപ്പോലുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന്. എന്താണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം.
നിഷ്കളങ്കത, പരിശുദ്ധി, അതവരുടെ പ്രത്യേകതയാണ്. യേശുവിനെ മാത്രം അനുസരിച്ചും യേശുവിനെ അനുഗമിച്ചും യേശുവിനെ അനുഭവിച്ചും നീങ്ങുന്നവരാണ് കുഞ്ഞുങ്ങൾ, അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, ഓമനത്വമുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അറിയാതെ ചില മക്കളെങ്കിലും താടിയിൽ പിടിച്ചു ഓ ഈശോ എന്ന് പറയാറില്ലേ? കുഞ്ഞുങ്ങൾ ഈശോയുടെ തൽസ്വരൂപങ്ങളാണ്. വീണ്ടും നമ്മോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വീണ്ടും ജനിക്കാൻ, പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും വേണ്ട എന്ന് പറയുന്നവർ, സ്വന്തം ജീവിതത്തിന് പ്രയോജനമുള്ളത് എന്താണെന്ന് അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. സ്വന്തം ജീവിതത്തിന് ഉപദ്രവമുണ്ടാക്കുന്നത് എന്താണെന്ന് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഏതാണ് പ്രധാനപ്പെട്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. ഏതാണ് എന്നെ തിന്മയിലേക്ക് നയിക്കുന്നത്, ഏതാണ് എന്നെ നന്മയിലേക്ക് നയിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലിരുന്നു കൊണ്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കും. അവരാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോ നമ്മോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്വന്തം കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കുക. വിശാലമായ വഴിയിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും അത് വേണ്ട എന്ന് ഹൃദയപൂർവ്വം തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങുന്നവരാണ് സ്വർഗരാജ്യം സ്വന്തമാക്കി തീർക്കുക. വീണ്ടും നാം കാണുന്നു, പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കരിക്കട്ട പോലുള്ള നമ്മുടെ ജീവിതത്തെ നിർമ്മലമാക്കി തീർക്കുവാൻ യേശുവിനോടുള്ള സ്നേഹം നമ്മെ നിർബന്ധിക്കും. പലപ്പോഴും അപ്രകാരമുള്ള വ്യക്തികളെ, ജീവിതങ്ങളെ കാണുമ്പോൾ അനുതാപത്തിൻ്റെ കണ്ണുനീർ വീഴ്ത്തി പാപം കഴുകിക്കളഞ്ഞ് പശ്ചാത്താപത്തോടെ യേശുവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ പാവപ്പെട്ട മനുഷ്യരെയാണ് ഓരോ ഇടവകകളിലും ഓരോ സമൂഹങ്ങളിലും നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അഞ്ചാമതായി, സ്വർഗരാജ്യമെന്ന നിധി കിട്ടാൻ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എൻ്റെ പ്രത്യേകമായിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ, ആർഭാടങ്ങൾ, ഇവയെല്ലാം വേണ്ട എന്ന് വെക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. ആറാമതായിട്ട്, വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുന്നവർ. നമ്മൾ ഒരുപക്ഷെ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കാം, സമർപ്പിത ജീവിതം നയിക്കുന്നവരായിരിക്കാം, പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരായിരിക്കാം, ഏകസ്ഥ ജീവിതം നയിക്കുന്നവരായിരിക്കാം. ഏത് ജീവിത അവസ്ഥയാണെങ്കിലും ആ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുന്നവരാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക. ഏഴാമതായി, മരണം വരെ വിശ്വസ്തനായിരിക്കുക. ഇന്ന് നീ വിശ്വസ്തനായിരിക്കാം, നാളെയോ മരണം വരെ വിശ്വസ്തതയോട് പെരുമാറുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അവസാനമായി, വിശ്വാസം കാത്ത് നല്ല ആത്മീയ ഓട്ടം ഓടുന്നവരാണ് സ്വർഗരാജ്യം സ്വന്തമാക്കി തീർക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വചനത്തിൻ്റെ ദീപനാളം പിടിച്ചുകൊണ്ട്, വചനത്തിൻ്റെ പടവാള് പിടിച്ചുകൊണ്ട് നമുക്ക് ഓടാം. പ്രാർത്ഥനയുടെ പടവാള് പിടിച്ചുകൊണ്ട് നമുക്ക് ഓടാം. വിശ്വാസത്തിൻ്റെ പടവാള് പിടിച്ചുകൊണ്ട് നമുക്ക് ഓടാം. വിശുദ്ധിയുടെ പടവാള് പിടിച്ചുകൊണ്ട് നമുക്ക് ഓടാം. വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ സാധിക്കും. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കത്താൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മനുഷ്യന് അസാധ്യമാണിത്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൽ നീ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തരും. നീ ഒരു പക്ഷേ ദുഃഖകരമായ അവസ്ഥയിലായിരിക്കാം, പാപകരമായ അവസ്ഥയിലായിരിക്കാം,
ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ വിളിക്കട്ടെ. സ്വർഗത്തിന്റെ രാജാവേ, സ്വർഗീയ പാത തെളിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. സ്വർഗീയ നാഥ, സ്വർഗീയ പാത തെളിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക്, പൗരോഹിത്യ ജീവിതത്തിലേക്ക് നീ വരണം കർത്താവേ. യേശുവേ, സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരൂ രാജാധിരാജ, നീ വരൂ രാജാധിരാജ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി. സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരൂ രാജാധിരാജ, നീ വരൂ രാജാധിരാജ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സഹോദര, സഹോദരി, പാപം ഉപേക്ഷിക്കാൻ സാധിക്കുമോ? വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുമോ? വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളാൻ സാധിക്കുമോ? കുഞ്ഞുങ്ങളെ പോലെയുള്ള നിർമ്മലമായ ഹൃദയത്തിൽ ജീവിക്കാൻ സാധിക്കുമോ? നമ്മുടെ മനുഷ്യ ജീവിതം ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനത്തിൽ കുഞ്ഞുങ്ങളെ പോലെ ജീവിക്കുന്ന, കുഞ്ഞുങ്ങളുടെ ഹൃദയമത്തെ പോലെ ജീവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് കരങ്ങൾ ഉയർത്താം. ഈ വലിയ ആഗ്രഹം കർത്താവാണ് സാധിപ്പിച്ചു തരുന്നത്. 2 കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരൂ രാജാധിരാജ, നീ വരൂ രാജാധിരാജ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നീ ഇന്ന് ആത്മീയമായ വിരസതയിലാണോ ജീവിക്കുന്നത്? ആത്മീയമായ മന്ദതയിലാണോ ജീവിക്കുന്നത്? നിന്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളെ നീ സാധീകരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? പാപത്തെ വിട്ടുപേക്ഷിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? പരിഹാരം ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? പ്രാശ്ചിത്ത പ്രവർത്തികളിലൂടെ ജഡികമായ മനുഷ്യനെ കൊന്നുകളഞ്ഞ് ദൈവിക മനുഷ്യന് ജന്മം കൊടുക്കാൻ സാധിക്കുമോ? പാപ വഴികളെ അടക്കിയ പുണ്യ വഴികൾ തുറക്കപ്പെടട്ടെ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം. കർത്താവേ മഹത്വം, 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 മഹത്വം. സ്വർഗത്തിന്റെ രാജാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് വരണം. നിനക്ക് മാത്രമേ ഈ ജീവിതത്തെ നവീകരിക്കാൻ, വിശദീകരിക്കാൻ സാധിക്കൂ. യേശുവേ, സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരൂ രാജാധിരാജ, നീ വരൂ രാജാധിരാജ. എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുക. നീ ഏത് ജീവിതാവസ്ഥയിലായിക്കൊള്ളട്ടെ, ദൈവമായ കർത്താവ് പറയുന്നു, പ്രാർത്ഥന ജീവിത ശ്വാസമായി മാറട്ടെ. സ്നേഹം അനുദിന ജീവിതത്തിൽ പ്രായോഗികമാകട്ടെ. കാരുണ്യം നിന്റെ കണ്ണുകളിലും നിന്റെ ജീവിത പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കട്ടെ. നീതി നിന്റെ ജീവിത പ്രമാണമായി മാറട്ടെ. നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ പണം, നിന്റെ കഴിവ് നീ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതിന് അനുയോജ്യമായിട്ടാണ് ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കാൻ സാധിക്കുക. വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ സാധിക്കുക. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. 2 കരം ഉയർത്താം. 2 കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സമൂഹത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്
നിന്റെ രഹസ്യ ജീവിതത്തിലേക്ക്, നിന്റെ ജീവിത അവസ്ഥയിലേക്ക് രാജാതി രാജാവായ യേശു വരുന്നുണ്ട്. കാണുക, വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് കാണുക, വിശ്വസിക്കുക. യേശുവേ, സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരും രാജാതിരാജാ, നീ വരും രാജാതിരാജാ. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, മരണം വരെ വിശ്വസ്തരോട് നീ ജീവിക്കുക. പാപത്തേക്കാൾ മരണം പ്രഖ്യാപിച്ച വിശുദ്ധന്മാരുടെ ജീവിതം മാതൃക നമ്മുടെ ജീവിതത്തിന് ഉത്തേജനം നൽകട്ടെ. ഉപവാസമെടുക്കാൻ, നൊയിമ്പെടുക്കാൻ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാൻ, പരിഹാര പ്രവൃത്തികൾ ചെയ്യാൻ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ശക്തി തരുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ സാധിക്കണമെങ്കിൽ മരണം വരെ വിശ്വസ്തരായിരിക്കണം. ഈ പ്രഭാതത്തിലെ വിശുദ്ധ കുർബാന മുതൽ അടുത്ത ദിവസത്തെ കുർബാന വരെ അതിനുള്ള ഒരുക്കമായിട്ട് നിനക്ക് വിനിയോഗിക്കാൻ സാധിക്കുമോ? ഓരോ നിമിഷവും വിശുദ്ധമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? എങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് രാജാതി രാജാവായ യേശുനാഥൻ കടന്നു വരും. മറക്കരുത്, നശ്വരമായ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ ജീവിതത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. 2 കരം ഉയർത്താം, 2 കരം ഉയർത്തുക. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, സമൂഹങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ നിലവിളി മേഘപാളികളെ തുറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുന്നുണ്ട്. 2 കരം ഉയർത്തി പ്രാർത്ഥിക്കുക. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തിരുസഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ധ്യാന മന്ദിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വചനത്തിന് വില കൊടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒറ്റ വിളി വിളിച്ച് യേശുവേ, സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരും രാജാതിരാജാ, നീ വരും രാജാതിരാജാ. പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം കാത്ത് നല്ല ആത്മീയ ഓട്ടം ഓടുവാൻ സർവരും തയ്യാറാകുക. കുഞ്ഞുങ്ങളും യുവാക്കന്മാരും ദമ്പതികളും വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും ഒരു ആത്മീയമായ ഓട്ടം ഓടുവാൻ ഒരു വലിയ വിരോധങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി, വെറുപ്പ് ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി, പിറുപിറുപ്പ് ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി, പ്രാർത്ഥനയുടെ മന്ത്രം ചൊല്ലിക്കൊണ്ട് വചനത്തിന്റെ പടവാളും ഏന്തിക്കൊണ്ട് ഒരു ആത്മീയമായ ഓട്ടത്തിന് തയ്യാറാക്കുക. ആത്മീയമായ പാതയിൽ സ്വർഗം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി കത്താൻ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യതമാണ്. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ഓരോ ഫൊറോനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ഓരോ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നവ അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എല്ലാ പുരോഹിത ഗണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എല്ലാ സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിവിധങ്ങളായ ധ്യാന മന്ദിരങ്ങൾ, വിവിധങ്ങളായ നിയോഗങ്ങളും പേറിക്കൊണ്ട് ഇപ്പോൾ ദിവ്യകാരണനാഥന്റെ സന്നിധി നിൽക്കുന്നവർ മുട്ടുകൾ കുത്താം. മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സർവശക്തിയോട് പ്രാർത്ഥിക്കട്ടെ. ദൈവം നിന്റെ ആഗ്രഹം ഉപേക്ഷിക്കുകയില്ല. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ദൈവം തീരുമാനമാക്കി തരും. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒറ്റ വിളി വിളിച്ച മക്കളെ, യേശുവേ, സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരും രാജാതിരാജാ, നീ വരും രാജാതിരാജാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. സ്വർഗീയ പാതയിലൂടെ നയിക്കാനുള്ള വലിയ കൃപാവരം ദിവ്യകാരുണ്യനാഥ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരും രാജാധിരാജാ, നീ വരും രാജാധിരാജാ. സ്വർഗീയ പാതയിൽ എന്നെ നയിക്കാൻ നീ വരും രാജാ